തുടർച്ചയായ മദ്യപാനം ശരീരത്തിനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ചെറുതല്ല. മദ്യത്തിനോടൊപ്പം ടച്ചിൻസായി മാംസാഹാരം കൂടിയായാലോ പണി പാളുമെന്നുറപ്പ്. മാംസാഹാരം ശരീരത്തിൽ അനിവാര്യമാണ്. ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കുന്നവയാണ് അതെല്ലാം. മദ്യത്തിനൊപ്പം ടച്ചിൻസായി മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ മലയാളികളും. മാംസാഹാരവും വറുത്ത ലഘുഭക്ഷണങ്ങളുമൊക്കെ മദ്യത്തിനൊപ്പം അകത്താക്കിയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. മദ്യം ഉള്ളിൽ ചെല്ലുന്നത് തന്നെ കരളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതോടൊപ്പം വറുത്തതും മസാലകൾ നിറഞ്ഞതുമായ ഭക്ഷണവും കൂടിയായാൽ ദഹനം മന്ദഗതിയിലാകുകയും നിർജ്ജലീകരണം വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോളും കലോറിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് കരളിന് കൂടുതൽ അപകടം ചെയ്യും. കരളിന് സമ്മർദ്ദം കൂടിയാൽ അത് ദഹനം, വയറിലെ മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. മാത്രമല്ല ചിലപ്പോൾ അത് ഫാറ്റി ലിവർ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിച്ചേക്കാം. നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും വയറുവേദനയും ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുണ്ട്. മാംസം മാത്രമല്ല, മദ്യത്തിനൊപ്പം കഴിച്ചാൽ ആരോഗ്യ പ്രശ്നമുണ്ടാകുന്ന മറ്റ് പലതുമുണ്ട്. ചോക്ലേറ്റ്, പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്, മദ്യത്തിനോടൊപ്പം കഴിച്ചാൽ വയറ് വീർക്കാനും ആസിഡ് റിഫ്ലക്സ് ഉണ്ടായി അസ്വസ്ഥതയ്ക്കും കാരണമാകും. ബിയറിലും ബ്രെഡിലും ഈസ്റ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ ഒരുമിച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ മദ്യത്തിനോടൊപ്പം കഴിക്കുന്നത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്തുകയും വയറുവേദനയും വയറിൽ ഗ്യാസ് അടഞ്ഞുകൂടുന്നതിന് ഇടയാക്കുകയും ചെയ്യും. സോൾട്ട്, ചന്ന, പച്ചക്കറി, ഫ്രൂട്ട്സ് തുടങ്ങിയവ ടച്ചിൻസായി ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് ആണ് കൂടുതൽ നല്ലത്. മദ്യത്തിനൊപ്പം ഫ്രൂട്ട്സ് കഴിക്കുന്നത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ സഹായിക്കും. നിർജ്ജലീകരണമാണ് മദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യഫലം. മദ്യപാനത്തിന് ശേഷമുള്ള ഛർദി, തലവേദന എന്നിവയ്ക്ക് കാരണം ഈ നിർജ്ജലീകരണമാണ്. അതുകൊണ്ട് വെള്ളത്തിന്റെ അംശം കൂടുതലായ എല്ലാ ഫ്രൂട്ട്സും മദ്യത്തിനോടൊപ്പം കഴിക്കാവുന്നതാണ്.